അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മാന്യ സദസ്യരും അഭ്യുദാംക്ഷികളുമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ പരിപാടി ഭംഗിയായി തുടർന്ന് പോകേണ്ടതുള്ളതുകൊണ്ടും നാളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനും ഉള്ളവരായതുകൊണ്ടും പരസ്പരം വൈകാരികമായി സദസ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചോദ്യവും ഉത്തരവും നൽകുന്ന ആളുകൾ പരസ്പരം സംഘട്ടന രൂപത്തിൽ സംസാരിക്കാതെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട അനസ് സൂചിപ്പിക്കുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന് നേരത്തെ ആ സഹോദരൻ ചോദിച്ചതുപോലെ ആ കാലഘട്ടത്തിലായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അതിനുശേഷം അങ്ങനെ ആ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല, നമ്മുടെ തൗഹീദ്, നമ്മുടെ മുദ്രാവാക്യം അതാണല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന കാന മുഹമ്മദ് റസൂലുള്ളാ എന്നല്ലേ പറയേണ്ടത്? അതിൻ്റെ ഒന്ന് വിവരിച്ചാലും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയാണ്. ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ഒരിക്കൽ പോലും ഈ പറയപ്പെട്ട പോലെ യാ റസൂലല്ലാഹ് ഉൻദുർനാ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് ആരും പറഞ്ഞിട്ടില്ല. ഷഹാദത്ത്, ഈ പറഞ്ഞ ഷഹാദത്ത് വലിയതോ നമ്മളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ തന്നെയാണ് അവരും ചൊല്ലിയത്, നമ്മളും ചൊല്ലുന്നത്. ആ വ്യത്യാസം എന്താ? പരിശുദ്ധ ഖുർആൻ എന്നാൽ മാനവിക സമൂഹത്തിലേക്ക് സമാധാനവും സന്മാർഗവും നൽകുന്ന ദിവ്യ ഗ്രന്ഥമാണ്. ആ പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഇന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ എന്ന് വിവരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉന്നുറുന എന്ന് പറയുന്നിടത്ത് ആ കാലഘട്ടത്തിലാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കാലഘട്ടക്കാരാണെങ്കിൽ അവിടെ നിന്ന് അവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അവരവിടെ ഉച്ചരിച്ചപ്പോൾ ഈ പറയപ്പെട്ട പാവികളായ ഞങ്ങൾക്ക് അറിവില്ലാത്ത ഞങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന കാന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ലേ ഞങ്ങൾ ഷഹാദത്ത് ചെല്ലേണ്ടത്? ആ യാ അയ്യുഹല്ലദീന ആമനു നിങ്ങൾ ആ കാലഘട്ടത്തിലാണെങ്കിൽ അവതരിച്ചതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്താ ചെല്ലേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്. ഈ ആയത്ത് ഇന്നിറങ്ങിയല്ലോ, 1400 ചില്ലാനോ വർഷങ്ങളുടെ പഴക്കമുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? എങ്കിൽ ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നത് ആദ്യമായി കേൾക്കുന്നത് ആരാ? സ്വഹാബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷഹാദത്ത് പഠിപ്പിച്ചു കൊടുത്ത് ആദ്യമായിട്ട് കേട്ടത് ആരാ? സ്വഹാബത്താണ്. അതവരെങ്ങനെയാ ചൊല്ലിയത്? ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സ്വഹാബത്ത് പറഞ്ഞപ്പോ റായിന എന്ന് നിങ്ങൾ പറയണ്ട എന്നും മറിച്ച് ഉന്നൂറിനാന്ന് പറഞ്ഞോളൂ എന്നും പറഞ്ഞു. ഇത് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ഉണ്ടാവുമല്ലോ, ഉണ്ട്. എങ്കിൽ ആ ഷഹാദത്തിന്റെ ആശയം അവർ ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ഒരൊറ്റ സ്വഹാബി, രണ്ടെണ്ണം ഇപ്പൊ ചോദിക്കണില്ല, ഒരൊറ്റ സ്വഹാബി ആരെങ്കിലും ഒരാള് ഈ ആയത്ത് തെളിവാക്കിയിട്ട് യാ റസൂലല്ലാഹ് ഉൻദുർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരൂലേ? ഞങ്ങളെ വാദം പൊളിയില്ലേ? ഇല്ലേ? അതുകൊണ്ട് ഒരൊറ്റ സ്വഹാബിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷഹാദത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി പറഞ്ഞു കൊടുത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സ്വഹാബത്ത് ചൊല്ലിയത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, മറ്റു സ്വഹാബികൾ ചൊല്ലിയത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മളും ചൊല്ലുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പൊ ആ സ്വഹാബത്ത് ആയത്ത് എങ്ങനെ മനസ്സിലാക്കി? അത് മനസ്സിലാക്കിയ പ്രശ്നം തീരും. ഉന്നുറുന എന്നുള്ളത് പറട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിന് തെളിവാണോ? അതാ ഞാൻ പറയും, ഈ ആയത്ത് നമുക്കല്ലല്ലോ ഇത് തിരിഞ്ഞത്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് അല്ല. ഉദാഹരണം പറയാം, നമുക്കല്ല. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി പോലെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ ഉണ്ടല്ലോ. ഈ ആയത്തിന് എങ്ങനെയാ സ്വഹാബത്ത് മനസ്സിലാക്കിയത്?
അവർ നോമ്പ് നോറ്റില്ലേ? നോറ്റു. എന്നാൽ ഈ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റഅയ്നാ വഖൂലു ഉൻദുർന, ഈ ആയത്തിനെ അവരെങ്ങനെ മനസ്സിലാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം റസൂൽ പറയാനാണോ? ആണെങ്കിൽ നോമ്പോറ്റ് അബൂബക്കർ സിദ്ദീഖ് നോമ്പോറ്റ് തെളിവുണ്ട്, നമ്മൾ ആരും നിഷേധിക്കൂലല്ലോ. സഹാബത്ത് നോമ്പോറ്റ് തെളിവുണ്ടല്ലോ, നമ്മൾ ആരും നിഷേധിക്കുമല്ലോ. എങ്കിൽ അതുപോലെ ഈ ആയത്തും അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ? സ്വഹാബികൾ ആരെങ്കിലും ഒരാൾ, രണ്ടെണ്ണം ഞാൻ ചോദിച്ചില്ലല്ലോ, ഒരൊറ്റ ഒന്നെങ്കിലും ഈ കേട്ടെ, ഈ തിരക്കൂട്ടല്ലേ, സമയം നമുക്ക് നേരം വയ്ക്കുന്നുള്ളൂ, ശരിയാണ്. എന്നാലും എന്താണ് ഈ ആയത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വഹാബി യാ റസൂലല്ലാഹ് ഉൻദുർന എന്ന് അവിടുത്തെ വഫാത്തിന് ശേഷം രോഗം വന്നപ്പോഴോ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായപ്പോ തേടിയതുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ മാത്രം ബാധകമായിരുന്നു ആണെന്നാ ഞാൻ പറഞ്ഞേ? ആണെന്നാ ഞാൻ പറഞ്ഞേ? അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞാലോ? അപ്പൊ ഖുർആൻ അങ്ങനെയാണെങ്കിൽ അപ്പൊ സ്വഹാബത്ത് മനസ്സിലാക്കിയ തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായത്തിന്റെ ഉദാഹരണം പറഞ്ഞു. രണ്ടായത്തിന് ഉദാഹരണം പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം എന്നുള്ള ആയത്ത് ഞാൻ പറഞ്ഞു. ആ ആയത്തിന് എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് മനസ്സിലാക്കിയത്? അവർ നോമ്പ് വെച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. എങ്കിൽ ഈ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റഅയ്നാ എന്ന് പറഞ്ഞ വഖൂലു ഉൻദുർന എന്ന ആയത്തിനെ സ്വഹാബത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇതുപോലെ ഒരു സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് നോമ്പോറ്റിന് തെളിവുണ്ട്, മറ്റു സ്വഹാബത്ത് നോമ്പോറ്റിന് തെളിവുണ്ട്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റഅയ്നാ വഖൂലു ഉൻദുർന എന്ന ആയത്ത് വെച്ചുകൊണ്ട് ഒരു ഇസ്തിഗാസ നടത്തിയത്, ഒരു ദുആ നടത്തിയതിന് രേഖയുണ്ടോ എന്നാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ റെഡി ആയി വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ അന്വേഷിക്കുക. ഇതൊരു തർക്കമല്ല, ഇതൊരു വാശിയല്ല. നിങ്ങൾ അന്വേഷിക്കുക. ഇവിടെ സൂചിപ്പിച്ച പോലെ മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചയായ ദുർവ്യാഖ്യാനം മാത്രമാണ്, അല്ലാതെ ഒരു തെളിവില്ല. ഇവിടെ പറഞ്ഞല്ലോ മഖ്ദൂമയുടെ പരിഭാഷ വായിച്ചില്ലേ? അതുപോലെ എത്ര പരിഭാഷകൾ, അതിൽ സുന്നി മുസ്ലിയാക്കന്മാരുടെ പരിഭാഷകൾ, അതുപോലെ അറബി തഫ്സീറുകൾ, അതിലൊക്കെ ഈ പറഞ്ഞ വ്യാഖ്യാനമാണ് സുഹൃത്തെ ഉള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. അതൊരു വാശിയല്ല, പറഞ്ഞില്ലേ? നിങ്ങൾ അന്വേഷിക്കുക. എന്തിനാ വെറുതെ ശിർക്ക് ചെയ്തിട്ട് അമല് നഷ്ടപ്പെടുത്തുന്നത്? ആർക്കും നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയാം? ഒന്ന് ആലോചിക്കുന്നത്. ഈ ആയത്തിന് തെളിവാണെന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയോ? ജീവിതത്തിൽ റസൂലുള്ളാഹി വഫാത്തിന് ശേഷം എന്തെല്ലാം പ്രശ്നം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായി, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് എന്തെല്ലാം പ്രശ്നം ഉണ്ടായി? ഒരിക്കലെങ്കിലും ഈ ആയത്തിന് തെളിവാണല്ലേ? യാ അയ്യുഹല്ലദീന ആമനു എന്നല്ലേ പറഞ്ഞത്? സത്യവിശ്വാസികൾ എന്നല്ലേ പറഞ്ഞത്? നമ്മളും സത്യവിശ്വാസികളാണല്ലോ, അപ്പൊ നമുക്കിത് ബാധകമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉൻദുർന എന്ന് പറഞ്ഞ് ഈ ആയത്ത് തെളിവാക്കി ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനു വിശദീകരണം ഞാൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം ഞാൻ പറഞ്ഞു. അതെങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കി, ഇതെങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കി? രണ്ടും മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ഇതിവിടെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. നിങ്ങൾക്കും ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവും.